ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മുടെ 50 ഡേ ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് OA പോലുള്ള 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഡേ 11 11ാമത്തെ ദിവസമാണ്. അപ്പോൾ 10 ദിവസത്തെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുക. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ക്ലാസ്സിൻ്റെയും PDF നോട്ടുകൾ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടനയിലെ. അപ്പോൾ ഓൾറെഡി ഭരണഘടനയിൽ നിന്നുള്ള 4 ടോപ്പിക്സ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയൊക്കെ. അപ്പോൾ നമുക്ക് 10 മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് ഭരണഘടന. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് വളരെ വൃത്തിയായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാ പോയിന്റ്സും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട നിയമം, ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. മനുഷ്യാവകാശത്തെ സംബന്ധിക്കുന്ന ആദ്യ ആഗോള രേഖ. മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന ആദ്യ ആഗോള രേഖ ഏതാണ്? UN ചാർട്ടറാണ്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന ആദ്യ ആഗോള രേഖയാണ് UN ചാർട്ടർ. ഇനി നമുക്കറിയാം മനുഷ്യാവകാശ പ്രഖ്യാപനം, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ്? 1948 ഡിസംബർ 10 1948 ഡിസംബർ 10 എവിടെയാണ്? പാരീസിലാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത രേഖ എന്ന റെക്കോർഡും സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം സ്വന്തമാക്കി. ഓക്കെ, എന്താ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത രേഖ എന്ന റെക്കോർഡും ആരുടെ പേരിലുണ്ട്? ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? ഇത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ആമുഖത്തിൽ എങ്ങനെയാണ് ആമുഖം തുടങ്ങുന്നത്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു. അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആദ്യത്തെ വരി, ആ മനുഷ്യാവകാശ പ്രഖ്യാപനം തുടങ്ങുന്നത് എങ്ങനെയാണ്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു. എന്നുള്ളതാണ് ഇതിൻ്റെ ആമുഖം. അപ്പോൾ ഈ മനുഷ്യാവകാശ ദിനമായിട്ട്, സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 10 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് വർഷം മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്? 1950 മുതലാണ്. 1950 മുതലാണ് നമ്മൾ സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ഡിസംബർ 10 ആചരിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി ആരാണ്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ്. ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ് എന്ത്? മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇനി ഹൻസ ജീവരാജ് മേത്ത, ഇതാരാണ്? നമുക്കറിയാം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ 15 വനിതകളാണുള്ളത് അല്ലേ? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ വനിതകളുടെ എണ്ണം 15 ആണ്. അതിൽ 3 പേര് മലയാളികളാണ്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ 3 മലയാളികളെ കൂടാതെ ബാക്കി 12 വനിതകൾ കൂടിയുണ്ട്. അതിലൊരു വനിതയാണ് ആര്? ഹൻസ ജീവരാജ് മേത്ത എന്ന് പറയുന്നത്. അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായിട്ടുള്ള വനിതാംഗം, ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെയും അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായിട്ടുള്ള വനിതാ അംഗം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹൻസ ജീവരാജ് മേത്തയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് UN ചാർട്ടർ, മനുഷ്യാവകാശ പ്രഖ്യാപനം, അതിൻ്റെ ശില്പി, ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം.
ഇനി കുറച്ച് മനുഷ്യാവകാശ സംഘടനകളുണ്ട്. ഇത് PSC പണ്ടൊക്കെ പ്രീവിയസ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരുന്നതാണ്. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതും. അപ്പോൾ അന്തർദേശീയ തലത്തിൽ അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളാണ് നമ്മൾ പറയുന്നത്. അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളാണ് ഏതൊക്കെ? ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ, പിന്നെ ഹ്യൂമൻ റൈറ്റ് വാച്ച് പണ്ടൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, പിന്നെ അതുപോലെ ഗ്ലോബൽ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് PSCയുടെ സ്ഥിരമിഷ്ട ചോദ്യമാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഏത് വർഷമാണ് സ്ഥാപിച്ചിട്ടുള്ളത്? 1961. ആരാണ്? പീറ്റർ ബെനൻസൺ. അതൊക്കെ വീണ്ടും ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പോവുക. 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായത്. ആരാണ് ഇതിൻ്റെ സ്ഥാപകൻ? പീറ്റർ ബെനൻസൺ ആണ്. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനിലാണ് ആസ്ഥാനം. ഇതിന് ആംനസ്റ്റി ഇന്റർനാഷണലിന് നൊബേൽ സമ്മാനം കിട്ടിയത് എന്നാ? 1971. ഇതും പ്രീവിയസ് ആണ്, നൊബേൽ കിട്ടിയ വർഷം. ഈ 4 ക്വസ്റ്റ്യനും പ്രീവിയസ് ആണ്. എവിടെയാണ് ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ആസ്ഥാനം? ലണ്ടൻ. ആരാണ് സ്ഥാപിച്ചത്? പീറ്റർ ബെനൻസൺ. ഏത് വർഷമാണ്? 1961. അതിന് നൊബേൽ കിട്ടിയത് എന്നാണ്? 1977. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഗ്ലോബൽ റൈറ്റ്സും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എഴുതണം. ഇത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യാവകാശ സംഘടനയുണ്ട് ദേശീയ തലത്തിൽ. അതേതാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ആരാ സ്ഥാപിച്ചത്? ജയപ്രകാശ് നാരായണൻ. 1976. ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണൻ്റെയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അപ്പോൾ നോട്ട എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്ന മനുഷ്യാവകാശ സംഘടന ഏതാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ്. നോട്ട എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്ന മനുഷ്യാവകാശ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. പിന്നെ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി. പണ്ട് LDC എക്സാമിന് ഒരു തവണയാവും മറ്റോ ചോദിച്ചിട്ടുണ്ട്, സിറ്റിസൺ ഫോർ ഡെമോക്രസി. ഓക്കെ, അപ്പോൾ ഇത്രയും മനുഷ്യാവകാശ സംഘടനകളെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. എന്ത് നിലവിൽ വരാൻ കാരണം? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് നിലവിൽ വന്നത്? 1993 സെപ്റ്റംബർ 28. അത് ഓർത്ത് വയ്ക്കണം. സെപ്റ്റംബർ 28 വിത്ത് ഡേറ്റ് പഠിക്കണം. സെപ്റ്റംബർ 28 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് എന്ത് വന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഏതൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ നിയമപ്രകാരം വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതേപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ മനുഷ്യാവകാശ കോടതികൾ ഓക്കെ, എന്നിവയുടെ എല്ലാം രൂപീകരണത്തിന് ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഏതൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ. ഓക്കെ, അപ്പോൾ ഇതിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. 8 അധ്യായങ്ങളാണുള്ളത്. അധ്യായങ്ങൾ 8 ആണുള്ളത്. സെക്ഷനുകൾ എത്ര ഉണ്ട്?
സെക്ഷനുകൾ 43 എണ്ണമുണ്ട്. അപ്പോൾ ഈ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞു ഇത് 3 രൂപീകരിക്കാനാണ് ഈ നിയമപ്രകാരം ഇത് 3 രൂപീകൃതമായി. അപ്പോൾ അതിലെ അധ്യായം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അധ്യായം 3 ആണ്. അധ്യായം 3-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നതോ അധ്യായം 5-ലാണ്. ഇനി മനുഷ്യാവകാശ കോടതികളെ പറ്റി പറയുന്നത് അധ്യായം 6-ലാണ് മനുഷ്യാവകാശ കോടതികളെ പറ്റി പറയുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി ഈ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006-ലും 2019-ലും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 2006-ലും 2019-ലും. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി ഇതേത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഓക്കെ, ക്വാസി ജുഡീഷ്യൽ ബോഡി. ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി. മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പഴയ ആസ്ഥാനം എവിടെയായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ എന്ന് പറയും. പിന്നെ ഇടയിൽ കുറച്ച് നാളത്തൊക്കെ ഫരീദ് ഹൗസ്, ഫരീദ് കോട്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാനവ് അധികാരാണ് അതിൻ്റെ ഒഫീഷ്യൽ കോണ്ടാക്റ്റിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മാനവ് അധികാർ ഭവനാണ്. ഈ ഫരീദ് കോട്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സർദാർ പട്ടേൽ ഭവൻ എന്നൊക്കെ പറയുന്നത് പഴയ നെയിമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന. സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ് എന്ത്? ഇതിൻ്റെ ആപ്തവാക്യം. ഇനി സെക്ഷൻ 3-ലാണ് ഇത് പറയുന്നത്. ഓക്കെ, അധ്യായം 3-ല് അധ്യായം 2-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. അധ്യായം 2-ലാണ് കേട്ടോ. അധ്യായം 2-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്, 3-ലല്ല. അധ്യായം 2. അധ്യായം 2-ആണ്, സെക്ഷനാണ് 3. സോറി, അവിടെ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അധ്യായം 2-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. സെക്ഷനെ പറ്റി പറയുന്നതാണ്, സെക്ഷനാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അടുത്തത് നോക്കാം. ഓക്കെ, ഇനി ഇതിലെ അംഗങ്ങൾ. ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. എത്ര അംഗങ്ങളാണ് ഉള്ളത്? അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര അംഗങ്ങളുണ്ട് ഇതിൽ? 6 അംഗങ്ങളാണ് ഉള്ളത്. 6 സ്ഥിര അംഗങ്ങളാണിത്. സ്ഥിര അംഗങ്ങളാണ് 6 പേര്. ആ 6 പേരിൽ ഒരാൾ ആരാണ്? അതിൻ്റെ ചെയർപേഴ്സൺ ആണ്. ഒരാളെന്ന് പറയുന്നത് അതിൻ്റെ ചെയർപേഴ്സണും ബാക്കി 5 പേരും. ഒരാൾ ചെയർപേഴ്സൺ. അപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 6 പേര്. ഒരു ചെയർപേഴ്സണും ബാക്കി 5 അംഗങ്ങളും. ഓക്കെ, അപ്പോൾ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ 6 ചെയർപേഴ്സൺ ഒഴികെ 5 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം? ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ, റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ. ഓക്കെ, ജസ്റ്റിസ് ഓർ ജഡ്ജി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജഡ്ജി ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തി, അതായത് റിട്ടയേർഡ് ആയിട്ടുള്ള ആളായിരിക്കണം ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷേ ഇത് 2019 വന്നിട്ടുള്ള മാറ്റമാണ്. 2019-ലാണ് 19 ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു. 2019 വന്നിട്ടുള്ള മാറ്റമാണിത്. പക്ഷേ 2006 ഇതെങ്ങനെയായിരുന്നു? അതായത് 2019 മുമ്പ് എന്ന് പറയുന്നത് 2019 മുമ്പ് ഇതിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച. ഈ ജഡ്ജി എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നില്ല, ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി, അതായത് റിട്ടയേർഡ് തന്നെയാണ്. റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. കമ്മീഷനിൽ പിന്നെ 5 അംഗങ്ങളായിരുന്നു. ഇവിടെ ഇപ്പോൾ എത്രയാണ്? ടോട്ടൽ 6 അംഗങ്ങളാണ്. ഇവിടെ 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ. 1 + 4. ഓക്കെ, ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ഇതായിരുന്നു മുമ്പ്. ഇത് നമ്മുടെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇപ്പോൾ നിലവിൽ ഇത്രയാണുള്ളത്. ഇനി ഈ അംഗങ്ങൾ ആരൊക്കെയായിരിക്കണം? ഈ 5 പേരിൽ 3 പേരെന്ന് പറയുന്നത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കണം. ഓക്കെ, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം 3 പേര്. അതിൽ ഒരു വനിതയും ഉണ്ടായിരിക്കണം. അപ്പോൾ ടോട്ടൽ 5 അംഗങ്ങളാണ്.
ചെയർപേഴ്സണെ കൂടാതെ 5 അംഗങ്ങളിലെ 3 പേര് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആൾ, അതിലൊരു വനിത. ഓക്കെ, പിന്നെ ആരായിരിക്കണം ഒരു വ്യക്തി എന്ന് പറയുന്നത്? പിന്നെയുള്ള ഒരാൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി. ഓക്കെ, നിലവിലെ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി. ഓക്കെ, നിലവിലെയോ അല്ലെങ്കിൽ മുമ്പത്തെയോ സുപ്രീം കോടതി ജഡ്ജി, പിന്നെ അല്ലെങ്കിലോ നിലവിലെ അല്ലെങ്കിൽ മുമ്പത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. എന്താണ് നിലവിലെ അല്ലെങ്കിൽ മുമ്പത്തെ ഹൈക്കോടതി ജഡ്ജി അല്ല, ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ചീഫ് ജസ്റ്റിസും ആയിരിക്കണം. അപ്പോൾ അംഗങ്ങളെ വളരെ വൃത്തിക്ക് പഠിക്കാത്ത എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്, അതിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളാണ്. ചെയർപേഴ്സൺ ആരായിരിക്കണം? റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് ആയിട്ടുള്ള ജഡ്ജിയോ. പക്ഷെ മുമ്പ് ഇത് എങ്ങനെയായിരുന്നു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു. ഇത് പഴയതാണ്, വേണം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, 5 അംഗങ്ങൾ ആരൊക്കെയാണ്? 3 പേര് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതും അതിലൊരു വനിത ഉണ്ടായിരിക്കണം. ഈ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ചോദിക്കാറുള്ളതാണ്. പിന്നെ ഒരാൾ നിലവിലെ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം, പിന്നെ നിലവിലെ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ആയിരിക്കണം. ഇതൊക്കെയാണ് ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി എക്സ് ഒഫിഷ്യോ അംഗങ്ങളുണ്ട്. ഇത് സ്ഥിര അംഗങ്ങളാണ്. ഇനി എക്സ് ഒഫിഷ്യോ അംഗങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ എത്ര പേരാ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്? 7 പേരാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിട്ടുള്ളത്. ആരൊക്കെയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരാൾ. പിന്നെ ആരായിരിക്കണം? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഓക്കെ, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, അതേപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ഓക്കെ, ഈ 4 പേരും. പിന്നെ ദേശീയ പിന്നാക്ക വിഭാഗം, ഇതുപോലെ തന്നെയാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷം പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ബാലാവകാശം, പിന്നെ ഭിന്നശേഷി. ഓക്കെ, ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ. ഓക്കെ, അത് ചീഫ് കമ്മീഷണർ എന്ന് പറയാം. ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ അവരും ഉണ്ടായിരിക്കണം. ആരൊക്കെയാണ്? ദേശീയ ന്യൂനപക്ഷം, അതുപോലെ പട്ടികജാതി, പട്ടികവർഗം, വനിത, പിന്നാക്ക വിഭാഗം, ബാലാവകാശം, ഭിന്നശേഷി. അപ്പോൾ ഇത് ഒരുമിച്ച് ഇങ്ങനെ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഈ 2019 മുമ്പ് ഈ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ നമ്മൾ 2019 ഭേദഗതി പ്രകാരം ആഡ് ചെയ്തതാണ്. 19 ആഡ് ചെയ്തവരാണ് ഈ 3 പേരെയും. പിന്നാക്ക വിഭാഗത്തിനും ബാലാവകാശത്തിനും ഭിന്നശേഷിയുടെ ചീഫ് കമ്മീഷണറെയും നമ്മൾ 2019 ഭേദഗതി പ്രകാരം ആഡ് ചെയ്തതാണെന്ന് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മുമ്പ് എത്രയായിരുന്നു? മുമ്പ് 5 വർഷമായിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇവർ പുനർനിയമനത്തിന് യോഗ്യരാണ്. വീണ്ടും നിയമിക്കാം. ഇവരെ വീണ്ടും കമ്മീഷൻ അംഗങ്ങളൊക്കെ ആയിട്ട് നിയമിക്കാം. പക്ഷേ ഇവർ മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ പദവികളൊന്നും തന്നെ വഹിക്കാൻ പാടില്ല, റിട്ടയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദേശീയ ഈ കമ്മീഷണറുടെ കാലാവധി അവസാനിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ പദവികളൊന്നും തന്നെ ഇവർ വഹിക്കാനായിട്ട് അർഹരല്ല. പക്ഷേ പുനർനിയമനത്തിന് ഇവർ അർഹരാണ്. ഇനി ഇതിൻ്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെക്രട്ടറി ജനറലാണ് കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ഓക്കെ, ഇനി ഇവരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടൻ്റ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, പക്ഷെ ഇവരെ നിയമിക്കുന്നതിന് മുമ്പ് ഇവരെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങളാണുള്ളത്. 6 അംഗങ്ങളാണുള്ളത്. ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. ആ കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഇനി പ്രധാനമന്ത്രിയെ കൂടാതെ ആരൊക്കെ ഉണ്ടാവും? ലോകസഭയുടെ സ്പീക്കർ.
ലോകസഭയുടെ സ്പീക്കറുണ്ട്. അതുപോലെ ലോകസഭയുടെ ആരുണ്ട്? പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ഓക്കെ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, അധ്യക്ഷനല്ല കേട്ടോ, ഉപാധ്യക്ഷനാണ്, ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും. പിന്നെ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ഉണ്ടായിരിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രി, ആഭ്യന്തര മന്ത്രി. 6 പേരാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ചെയർപേഴ്സണെ ചോദിക്കും, പ്രധാനമന്ത്രിയാണ്. പിന്നെ ലോകസഭയുടെ സ്പീക്കർ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, അധ്യക്ഷനല്ല ഉപാധ്യക്ഷൻ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രി. ഇത്രയും പേരാണ് ഇതിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ്? നീക്കം ചെയ്യാനുള്ള കാരണം പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ. പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ, ഫസ്റ്റത്തെ ചെയർമാൻ ആരാ? ഫസ്റ്റ് ചെയർമാൻ, ഇതൊക്കെ ചോദിക്കുന്നതാണ്, രംഗനാഥ് മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഓക്കെ, രംഗനാഥ് മിശ്രയാണ്. ഇനി ഈ കമ്മീഷനിലെ അംഗമായിട്ടുള്ള മലയാളി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ഫാത്തിമ ബീവിയാണ്. ഓക്കെ, ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ഇതിൽ അംഗമായിട്ടുള്ള മലയാളി എന്ന് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മലയാളി, ഫസ്റ്റ് ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. ഇനി ചെയർമാനായിട്ടുള്ള മലയാളി ആരാണ്? ചെയർമാനായിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിട്ടുള്ള വ്യക്തിയും. ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിട്ടുള്ളതും അതുപോലെ തന്നെ ചെയർമാനായിട്ടുള്ള മലയാളിയും ആരാണ്? KG ബാലകൃഷ്ണനാണ്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിട്ടുള്ള മലയാളി വനിത ഫാത്തിമ ബീവിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2019 നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്നിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസിനോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ ജഡ്ജിക്കോ ആവാമെന്ന്. പക്ഷെ ഇതിന് മുമ്പ് ആരായിരുന്നു? റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജഡ്ജിക്ക് ആവാൻ പറ്റില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ളൊരു പദവി വഹിച്ച ആൾക്ക് മാത്രമേ ചെയർമാൻ ആവാൻ പറ്റുള്ളൂ എന്നാണ്. 2019 ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്തത്. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിക്കും എന്താവാം? ചെയർമാൻ ആവാം. അപ്പം ഇതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാത്ത ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാത്ത ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ആരാ? അരുൺകുമാർ മിശ്രയാണ്. അരുൺകുമാർ മിശ്ര. കാരണം ഇതിനു മുമ്പ് വരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരാൾക്ക് മാത്രമേ ചെയർമാൻ ആവാൻ പാടുള്ളൂ. 2019 ഇതിന് മാറ്റം വന്നത്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാത്ത മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആര്? അരുൺകുമാർ മിശ്ര എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഈ താഴെ തന്നിട്ടുള്ളതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തികൾ. അപ്പോൾ നമുക്കത് അറിയണമെങ്കിൽ ചെയർമാൻമാരായിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളത് അറിയണം. ആരൊക്കെയാണ് ചെയർമാൻമാരായിട്ടുള്ളത്? ഫസ്റ്റത്തെ ചെയർമാൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തെ ആൾ ആരാ? രംഗനാഥ് മിശ്രയാണ് അല്ലേ? ഫസ്റ്റത്തെ ആള് രംഗനാഥ് മിശ്ര. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റിയാൽ വളരെ ഉത്തമമാണ്. ചിലപ്പോൾ ഒരു മാർക്കിന് ഇത് തന്നെ ചോദിക്കാം. അപ്പോൾ രംഗനാഥ് മിശ്രയാണ് ഫസ്റ്റത്തെ ആള്. രണ്ടാമത്തെ ആള് MN വെങ്കടച്ചെല്ലയ്യ. ഓക്കെ, വെങ്കിടച്ചെല്ലയ്യാണ്. ഓക്കെ, വെങ്കിടച്ചെല്ലയ്യാണ് രണ്ടാമത്തെ വ്യക്തി. പിന്നെ ആരാണായിട്ടുള്ളത്? JS വർമ്മ. ഓക്കെ, JS വർമ്മയായിട്ടുണ്ട്. AS ആനന്ദ് ആയിട്ടുണ്ട്. AS ആനന്ദ്. പിന്നെ ശിവരാജ് V പാട്ടീൽ ആയിട്ടുണ്ട്. ശിവരാജ് V പാട്ടീൽ. പിന്നെ ആരാണായിട്ടുള്ളത്? രാജേന്ദ്ര ബാബു. ഇത് ആക്ടിങ് ആയിരുന്നേ. ശിവരാജ് V പാട്ടീൽ ആക്ടിങ് ചെയർമാനായിട്ട് അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആക്ടിങ് ചെയർമാൻ ആയിരുന്നു ശിവരാജ് V പാട്ടീൽ എന്ന് പറയുന്നത്. ഇനി രാജേന്ദ്ര ബാബു, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. രാജേന്ദ്ര ബാബു. അതേപോലെ തന്നെ ഗോവിന്ദ് പ്രസാദ് മാത്തൂർ. KG ബാലകൃഷ്ണൻ. ഇതും ആക്ടിങ് ആയിരുന്നു. ആക്ടിങ് ചെയർമാൻ ആയിരുന്നു. പിന്നെ നമ്മുടെ KG ബാലകൃഷ്ണൻ.
KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണൻ. പിന്നെ ആരാണ്? സിറിയക് ജോസഫ്. ഓക്കെ, സിറിയക് ജോസഫ് ആയിട്ടുണ്ട്, ആക്ടിംഗ് ആണ്. പിന്നെ HL ദത്തു. പിന്നെ പ്രഫുല്ല ചന്ദ്ര പന്ത്. പിന്നെ അരുൺകുമാർ മിശ്ര. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ചെയർമാന്മാരും ആക്ടിങ്ങും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ ആക്ടിംഗ് ആയിരുന്നു. സിറിയക് ജോസഫും ആക്ടിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് തന്നിട്ട് ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാത്ത വ്യക്തി ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ രംഗനാഥ് മിശ്ര തന്നിട്ടുണ്ടായിരുന്നു, രാജേന്ദ്ര ബാബു തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വെങ്കടച്ചെല്ലയും തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഗോപാല ഭല്ലവ് പട്നായക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കാം ഇതിലാകാത്തവർ ആരാണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ചുമതലകൾ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ മെയിനായിട്ട് അറിയേണ്ടത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിവേദനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധിയിലോ സ്വമേധയാലോ അന്വേഷണം നടത്താം. സ്വമേധയാ അന്വേഷണം നടത്താനുള്ള അധികാരം ആർക്കുണ്ട്? അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. സ്വമേധയാ അന്വേഷണം നടത്താം. സ്വമേധയാ ശിക്ഷ വിധിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ വരുന്നുണ്ട്. ശിക്ഷ വിധിക്കാനുള്ള അധികാരം ആർക്കില്ല? മനുഷ്യാവകാശ കമ്മീഷനില്ല. അന്വേഷണം നടത്താം. ഓക്കെ, അപ്പോൾ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വമേധയാ അന്വേഷണം നടത്താം. ഇനി ജയിൽ സന്ദർശനം. ഓക്കെ, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുക, ജയിൽ സന്ദർശനം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവേഷണം നടത്തുക എന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. ഗവേഷണം നടത്തുക. ഇനി ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്ന് പറയുന്നത് DGP റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. DGP റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇത് അന്വേഷണ ചുമതല ഉണ്ടായിരിക്കുക. പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷൻ്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. അപ്പോൾ അന്വേഷണ ചുമതലയുള്ളത് DGP റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം. പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ കുറയാത്ത ഒരാൾ. ഇനി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് എന്ത് സമർപ്പിക്കുന്നത്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ഇപ്പോൾ കറണ്ട് അഫെയർ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എക്സാമിൻ്റെ ടൈമിൽ അതിൻ്റെ പദവികളും കാര്യങ്ങളും ഒക്കെ നോക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? കാരണം ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഓരോ പദവികളും അതിലുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതപ്പം നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പറഞ്ഞു അധ്യായം 5 സെക്ഷൻ 21 മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായവും സെക്ഷനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംസ്ഥാന സർക്കാരുകളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇതിൽ 3 അംഗങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 6 അംഗങ്ങളായിരുന്നു 1+5 എന്നുള്ള ഓർഡറിൽ. അതായത് ഒരു ചെയർമാനും 5 അംഗങ്ങളും. ഇവിടെയാണെങ്കിൽ ഒരു ചെയർമാനും 2 അംഗങ്ങളും 1+2 മോഡലാണ്. അതായത് 3 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 2 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ. നേരത്തെ നമ്മൾ ചെയർപേഴ്സൺ പറഞ്ഞാൽ എന്താ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തി. ഇവിടെ സംസ്ഥാനത്താവുമ്പോൾ അതാരായിരിക്കും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തി റിട്ടയേർഡ് സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. പക്ഷെ ഇതിന് മുമ്പ് അപ്പോൾ എന്തായിരുന്നുണ്ടാവും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രമേ മുമ്പത്തെ നിയമം ഉണ്ടായിരുന്നുള്ളൂ. 2019 മുമ്പ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ 2 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 അംഗങ്ങളിൽ ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കണം.
ഓക്കെ, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വ്യക്തി. അവിടെ 3 പേരായിരുന്നു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അതിലൊരു വനിത ഉണ്ടാവണം. ഇവിടെ ആകെ ഒരാൾ മാത്രം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി മറ്റേ അംഗം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി. ഓക്കെ, ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി ആയിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. 7 വർഷം ജില്ലാ ജഡ്ജി ആയിരുന്ന വ്യക്തിയായിരിക്കണം. 7 വർഷം ജില്ലാ ജഡ്ജിയായി പരിചയമുള്ള വ്യക്തി. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ആളോ 7 വർഷം ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയോ ആയിരിക്കണം ഈ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ നിയമനം ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. അതുപോലെ രാജിക്കത്ത് കൊടുക്കുന്നതും ആർക്കാണ്? ഗവർണർക്കാണ്. ഓക്കെ, നിയമിക്കുന്നതും രാജിക്കത്ത് നൽകുന്നതും ഗവർണറിനാണ്. പക്ഷേ നീക്കം ചെയ്യുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്കും എന്തുണ്ട്? ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ 6 അംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുള്ളതെന്ന്. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളേ ഉള്ളൂ? 3 അംഗങ്ങളേ ഉള്ളൂ. അതാരൊക്കെ ആയിരിക്കും? മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർപേഴ്സൺ. മുഖ്യമന്ത്രി ആയിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി. പിന്നെ ആരൊക്കെയാണ് ഉണ്ടാവുക? നിയമസഭയുടെ സ്പീക്കർ. നമ്മളവിടെ ലോകസഭാ സ്പീക്കർ എന്ന് പറഞ്ഞു. നിയമസഭ, സംസ്ഥാനത്ത് നിയമസഭയാണ്. നിയമസഭാ സ്പീക്കർ. പിന്നെ ആരാണ് ഉണ്ടാവുക? നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. അവിടെ നമ്മൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, അതുപോലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇനി നമ്മളവിടെ രാജ്യസഭയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദ്വിമണ്ഡലമുള്ള സംസ്ഥാനങ്ങളിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ഉള്ള സംസ്ഥാനങ്ങളിൽ എന്താ, അതായത് നിയമസമിതിയും കൂടെയുള്ള സ്ഥലത്ത്, നിയമസമിതിയും കൂടെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ നിയമസമിതിയും കൂടി ഉണ്ടെങ്കിൽ ആ സമിതിയുടെ ചെയർമാനും ആ സമിതിയുടെ പ്രതിപക്ഷ നേതാവും കൂടി ഇതിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ, ആ സമിതിയുടെ ചെയർമാനും അതുപോലെ തന്നെ അവിടുത്തെ പ്രതിപക്ഷ നേതാവും കൂടെ ഇതിലെ അംഗങ്ങളായിരിക്കും. ദ്വിമണ്ഡല സമ്പ്രദായമുള്ള സംസ്ഥാനങ്ങളിൽ, ദ്വിമണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളിലെ നിയമസമിതിയുടെ ചെയർപേഴ്സണും പ്രതിപക്ഷ നേതാവും ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ എന്തായിരിക്കും? അംഗങ്ങളായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ചെയർമാൻ, ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവരെ നീക്കം ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? പെരുമാറ്റദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മയാണ് ഇവരെ നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? കാലാവധി ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം 70 വയസ്സും തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3 വർഷം 3 ഇയർ അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇവരും എന്താണ്? പുനർനിയമനത്തിന് അർഹരാണ്. പുനർനിയമനം ചെയ്യാം. ഇവരെയും പുനർനിയമനത്തിന് അർഹരാണ്. പുനർനിയമനം ഇവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ എന്താണ്? ഉദ്യോഗം വഹിക്കുന്നത് അവസാനിച്ചതിന് ശേഷം ഒരു ചെയർപേഴ്സണോ അംഗത്തിനോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാരത സർക്കാരിൻ്റെയോ കീഴിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. അതും നമ്മളവിടെ പറഞ്ഞു. ഇതേ കമ്മീഷൻ്റെ തന്നെ ചെയർമാനാവാനോ അംഗങ്ങളാവാനോ പുനർനിയമനത്തിന് ഇവർ യോഗ്യരാണ്. പക്ഷെ അല്ലാതെ മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിൽ ഒരു ജോലിയും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ DGP റാങ്കിലുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ IG റാങ്കിലുള്ള ഒരാളായിരിക്കണം. ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ഒരാളാണ് ഇതിൻ്റെ കാര്യനിർവഹണത്തിനൊക്കെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്നത്. IG റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിനെ ആയിരിക്കും. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാ? സംസ്ഥാന സർക്കാരിനാണ്. അവിടെ നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിനാണെന്ന്, ഇവിടെ സംസ്ഥാന സർക്കാരിനാണ്. ഓക്കെ, സംസ്ഥാന സർക്കാരിനാണ് ഇവിടെ എന്ത് സമർപ്പിക്കുന്നത്? റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഓക്കെ, ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നിലവിൽ വന്നത് എന്നാ? 1998 ഡിസംബർ 11-നാണ്. 1998 ഡിസംബർ 11-ന്. അതിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു. തിരുവനന്തപുരമാണ് ആസ്ഥാനം. ഇനി ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യത്തെ അധ്യക്ഷൻ MM പരീത് പിള്ള. ഓക്കെ, MM പരീത് പിള്ള. ആദ്യ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ ആദ്യ കമ്മീഷനിലെ അധ്യക്ഷനാണ് MM പരീത് പിള്ള. അതിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഒരു പ്രാവശ്യം ചോദിച്ചിട്ടില്ല കേട്ടോ. അതിലെ അംഗങ്ങൾ S ബലരാമനും അതുപോലെ TK വിൽസൺ. ഓക്കെ, TK വിൽസണും S ബലരാമനുമായിരുന്നു ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കമ്മീഷൻ, പിന്നെ നിലവിലുള്ള ആൾക്കാരെ നിങ്ങൾ ആ സമയമാകുമ്പോൾ പഠിക്കാം.
ഓക്കെ, അപ്പോൾ ആരായിരുന്നു? MM പരീതിപിള്ളയാണ് ആദ്യത്തെ അധ്യക്ഷൻ. ആദ്യ കമ്മീഷനിലെ അംഗങ്ങൾ S ബലരാമനും TK വിൽസനുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മറ്റേ ദേശീയ കമ്മീഷനിലെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 2019 ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ആ 2019 ഭേദഗതി അതും കൂടെ പറയാം. 2019 ഭേദഗതി. ഓക്കെ, 2019 മനുഷ്യാവകാശ സംരക്ഷണ ബില്ല് ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2019 ജൂലൈ 8-നാണ്. ആരാണ്? അമിത്ഷായാണ് അവതരിപ്പിച്ചത്. അമിത്ഷായാണ് അത് അവതരിപ്പിച്ചത് 2019 ജൂലൈ 8. അത് ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ആ വ്യക്തിയെ പഠിച്ചിരിക്കണം. ഇനി ലോകസഭ അത് പാസ്സാക്കിയത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് പഠിക്കണം. പാസ്സാക്കിയത് എന്നാ? 2019 ജൂലൈ 19-നാണ്. ജൂലൈ 19-നാണ് ലോകസഭ പാസ്സാക്കിയത്. രാജ്യസഭ പാസ്സാക്കിയത് എന്നാ? 2019 ജൂലൈ 22. ജൂലൈ 22-ന് രാജ്യസഭ പാസ്സാക്കി. ഇനി ഇത് നിലവിൽ വന്നത് അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതും കൂടെ പഠിക്കാം. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27-നാണ്. നിലവിൽ വന്നത് എന്നാ? 2019 ഓഗസ്റ്റ് 2-നാണ്. ഓഗസ്റ്റ് 2. എല്ലാ തീയതികളും പഠിച്ചു വയ്ക്കുക. 2019 ജൂലൈ 19-ന് ലോകസഭ പാസ്സാക്കി. രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 22-നാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27-നും. നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2-നുമാണ്. ഓക്കെ, അപ്പം നമ്മൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ 28. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ സമയത്ത് ഇത് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. PV നരസിംഹറാവു ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു പ്രസിഡന്റ്. ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം പോയിന്റ്സ് മനുഷ്യാവകാശ കമ്മീഷനിലെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രസന്റ് കമ്മീഷണറെ മാത്രം നിങ്ങൾ എക്സാം ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്